ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JB ക്രിയേഷൻ ആർട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ്. നിങ്ങളെല്ലാവരും തന്നെ നമ്മുടെ ഗാർഡന് ഭംഗിയായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? ഞാനും അതുപോലാണ്. നമ്മുടെ ഗാർഡൻ ഭംഗിയായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൺചട്ടികൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിൽ പെയിൻ്റ് അടിച്ച് സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ പെയിൻ്റ് അടിക്കാതെ ഒരു ചട്ടി വച്ച് കഴിഞ്ഞാൽ അതിൽ പായൽ കയറി പെട്ടെന്ന് തന്നെ ആ ചട്ടിയുടെ ഭംഗി അങ്ങ് പോകും. നമ്മൾ വെച്ചിരിക്കുന്ന ചെടിയുടെ ഭംഗി ഒന്നുകൂടി എടുത്തറിയണമെങ്കിൽ നമ്മൾ ആ വെച്ചിരിക്കുന്ന ചട്ടി പെയിൻ്റ് അടിച്ച് സൂക്ഷിക്കണം. അതുമാത്രവുമല്ല, നമ്മളിൽ ചിലരൊക്കെ ആണെങ്കിൽ നമ്മളൊരു ചട്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പെയിൻ്റ് അടിക്കാതെ നേരിട്ട് നടുന്നവരുണ്ട്, എന്നാൽ പെയിൻ്റ് അടിച്ച് നടുന്നവരുണ്ട്. ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ്. ആദ്യമേ നമുക്കൊരു ബുദ്ധിമുട്ട് കാണും ആ രീതിയിൽ പെയിൻ്റ് അടിക്കുമ്പോൾ. പക്ഷേ ആ ബുദ്ധിമുട്ട് നമ്മൾ ആദ്യമേ ഒരു ചട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു വട്ടം 2 കോട്ട് വെച്ച് അടിക്കുമായിരിക്കും പെയിൻ്റ് അടിക്കുമ്പോൾ. എന്നാൽ ഞാൻ പറയുന്ന ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ ചട്ടിയിൽ പെയിൻ്റ് അടിച്ചാൽ മതി. ആ ചെടിച്ചട്ടിയുടെ ആ പെയിൻറ്റ് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകും ഈ രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ. അല്ലാതെ നമ്മൾ ഒരു ചട്ടി മേടിച്ച് കഴിഞ്ഞാൽ അതിൽ 1 കോട്ടടിച്ച് 2 കോട്ടടിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും നമ്മളതിനെ റീപെയിൻറ്റ് ചെയ്യണം. എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീപെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു 4-5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ റീപെയിൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് റീപെയിൻറ്റ് ചെയ്താൽ മതി, കളറൊന്നും മങ്ങിയിട്ടുണ്ടെങ്കിൽ. പുതിയതായിട്ട് നമ്മൾ എല്ലാവരും ചട്ടി വാങ്ങിക്കഴിഞ്ഞാൽ നേരിട്ട് നടുന്നതിനെക്കാട്ടും നല്ലത് എപ്പോഴും പെയിൻ്റ് അടിച്ച് നടുന്നതാണ്. നമ്മൾ ആദ്യമേ ചെടിച്ചട്ടി കിട്ടിയാൽ തന്നെ പെയിൻ്റ് അടിക്കുക. എല്ലാം നട്ടതിന് ശേഷം പെയിൻ്റ് അടിക്കാൻ നിന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഴയ ചട്ടികൾ പെയിൻ്റ് അടിക്കുമ്പോൾ നല്ല രീതിയിൽ സാൻഡ് പേപ്പർ വെച്ച് ഒന്ന് മൊത്തം മണ്ണും അതുപോലെ തന്നെ പായലും ഇതെല്ലാം ചുരണ്ടി കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയതിന് ശേഷം നല്ല രീതിയിൽ വെയിലത്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ആ ചട്ടിയിൽ പെയിൻ്റ് അടിക്കാവൂ. പിന്നെ നിങ്ങൾക്ക് സമയമില്ല, ഇതുപോലെ കഴുകിയിട്ട് ഉപയോഗിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സാൻഡ് പേപ്പർ വെച്ച് ചുരണ്ടിയതിന് ശേഷം ഒന്നുകൂടെ ഉണക്കാൻ വെച്ചിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് സാൻഡ് പേപ്പർ വെച്ചതിന് ശേഷം നല്ലൊരു തുണി എടുത്ത് നല്ല രീതിയിൽ തുടച്ചിട്ട് നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാവുന്നതാണ്. ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം മാത്രം പെയിൻ്റ് അടിക്കുന്നതാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സമയമാണ് ചെടിച്ചട്ടിക്ക് പെയിൻ്റ് അടിക്കാൻ ഉപയോഗിക്കേണ്ടത്. ഈ സമയം നല്ലൊരു വെയിലുള്ള സമയമാണ്. ഈ സമയത്ത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ചെടിച്ചട്ടി കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. എന്നാൽ ഈ മഴയൊക്കെ ഉള്ള സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യത്തില്ല. പെട്ടെന്ന് തന്നെ ആ ഒരു പെയിൻറ്റ് പൊരിഞ്ഞൊക്കെ ഇളകിപ്പോവും. നമ്മളെപ്പോഴും ഈ ഒരു വെയിൽ സമയത്താണ് നമ്മൾ ചെടിച്ചട്ടിക്ക് പെയിൻ്റ് അടിക്കേണ്ടത്. ഇപ്പോൾ മഴയൊന്നും ഇല്ലല്ലോ, മഴ എപ്പോഴും വെയിലാണ്. ഈ സമയത്ത് ചെടിച്ചട്ടിക്ക് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കും. ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പെയിൻ്റ് അടിക്കേണ്ടത്. ഈ നനവുള്ള സമയത്തൊക്കെ ചെടിച്ചട്ടിക്ക് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഈ ചട്ടികളിലായതുകൊണ്ട് തന്നെ നനവ് അതിൽ നിൽക്കും. നമ്മൾ എത്ര പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ അത് പൊരിഞ്ഞിളവി പോകുന്നത് കാണാൻ സാധിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പല രീതിയിലും പെയിൻ്റ് അടിച്ചതിന് ശേഷം അതിൽ ഏറ്റവും നല്ല രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പുതിയതായിട്ടൊരു ചെടിച്ചട്ടി വാങ്ങിയാൽ അതെങ്ങനെയാണ് ഞാൻ പെയിൻ്റ് അടിക്കുന്നത്, ആ പെയിൻ്റ് അടിക്കുന്ന രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതുപോലൊരു പുതിയൊരു ചട്ടി നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിനകത്ത് പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തൂത്ത് വൃത്തിയാക്കുക. പായലൊന്നും കാണത്തില്ല, ഇതുപോലെ പുതിയ ചട്ടി ആയതുകൊണ്ട് തന്നെ പായലൊന്നും കാണത്തില്ല, പിന്നെ പൊടികൾ കാണും. അതിതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് തൂത്തോ അല്ലെങ്കിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രഷ് എടുക്കുകയോ സാൻഡ് പേപ്പർ വെച്ചോ ഒന്ന് പിടിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ചെടിച്ചട്ടി പെയിൻ്റ് അടിക്കാൻ ആദ്യം എന്താണ് വേണ്ടതെന്ന് നോക്കാം. നമ്മൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പെയിൻ്റാണ് നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ഇൻഡിഗോയുടെ സിമെൻറ്റ് പ്രൈമറാണ്. ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഏഷ്യൻ്റെ സിമെൻറ്റ് പ്രൈമർ കിട്ടാഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ ഇൻഡിഗോയുടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യമേ ഇൻഡിഗോയുടെ ഈ സിമെൻറ്റ് പ്രൈമറാണ് നമ്മൾ ചട്ടിക്ക് തേച്ച് കൊടുക്കുന്നത്. ഈ ഒരു പ്രൈമർ അടിച്ചിട്ട് നമ്മൾ ഏതൊരു ചട്ടിയും നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ ആദ്യമേ പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ ചട്ടി കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. അതിൻ്റെ ആ കളർ അതേപോലെ തന്നെ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. ചട്ടിക്കൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതി കുറേ നാൾ കവറിങ് ആയിട്ട് ഈ ഒരു പ്രൈമർ ഇരിക്കും. പിന്നെ ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഏഷ്യൻ പെയിൻറ്റിൻ്റെ തന്നെ നമുക്ക് ഓടിൻ്റെ കളറുണ്ടല്ലോ, ഓടിൻ്റെ കളർ ഒരു റെഡ് കളർ പോലെ തോന്നിക്കുന്ന ആ ഒരു കളറാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പെയിൻ്റാണ്.
നല്ലൊരു കളർ നമുക്ക് ചട്ടിക്ക് കിട്ടും. ഞാൻ എപ്പോഴും ഏഷ്യൻ പെയിൻ്റാണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുപോലെ വൈറ്റ് സിമെൻ്റ് എടുത്ത് ഞാനിപ്പോൾ അതിന് വേണ്ടി ഒരു പഴയ പെയിൻറ്റിൻ്റെ ഡബ്ബ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് മാത്രം, ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇതിലേക്ക് ഇനി നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. കട്ടി കൂടുതലായതുകൊണ്ട് നമുക്ക് അത്രയും കട്ടിയുടെ ആവശ്യമില്ലാണ്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി ഈ അധികം കട്ടിയില്ലാത്തൊരു പരുവമാകുമ്പോഴത്തേന് നമുക്ക് പെയിൻ്റ് അടിക്കാം. നമുക്ക് ആദ്യമേ ഇതുപോലെ ചട്ടികൾക്കെല്ലാം ഈ വൈറ്റ് സിമെൻ്റ് അടിച്ച് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ ആദ്യമേ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്നാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ ചട്ടി കേടുകൂടാതെ നിൽക്കും. ഞാനിങ്ങനെയാണ് എല്ലാ ചട്ടിയും ചെയ്യുന്നത്. പക്ഷേ ആദ്യമൊക്കെ ഞാൻ സാധാ പെയിൻറ്റ് മാത്രം അടിച്ചിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതെനിക്ക് അങ്ങനെ ലാസ്റ്റ് ചെയ്തില്ല. എല്ലാ വർഷവും നമ്മൾ പിന്നെയും അടിച്ചെങ്കിലേ പറ്റത്തുള്ളായിരുന്നു. ഇങ്ങനെ അടിച്ചതിന് ശേഷം എനിക്ക് പിന്നെ ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് പുതുതായിട്ട് ചട്ടിക്ക് പെയിൻറ്റ് അടിച്ചാൽ മതി. 3 വർഷമെങ്കിലും കഴിഞ്ഞിട്ട് അപ്പോഴത്തേനൊക്കെ കളറൊന്നും മങ്ങത്തുള്ളൂ. അപ്പോഴത്തേനും നമുക്ക് പിന്നെ റീപെയിൻറ്റ് അടിച്ചാൽ മതി. അത് റീപെയിൻറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഈ വൈറ്റ് സിമെൻറ്റ് ഇതുപോലെ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് സാധാ പെയിൻറ്റ് അടിക്കുന്നത് പോലെ അടിച്ച് പോകാവുന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് പുതിയ ചട്ടി കിട്ടുമ്പോൾ നമ്മളിതുപോലെ വൈറ്റ് സിമെൻറ്റ് അടിച്ച് അതിന് ശേഷം പെയിൻറ്റ് അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല രീതിയിൽ പുറത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ളിടത്തെല്ലാം നല്ല രീതിയിൽ സിമെൻറ്റ് അടിച്ച് കൊടുക്കണം. ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം പ്രൈമറെല്ലാം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ചട്ടികൾ ഒരുമിച്ചാണ് ഞാൻ വൈറ്റ് പ്രൈമർ അടിച്ചത്. അതും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ കാണിക്കാം. നമ്മൾ ഒരു ചട്ടിയായിട്ട് അടിക്കുന്നതിനേക്കാട്ടും ഇതുപോലെ ഒരുപാട് ചട്ടികൾ ഒരുമിച്ച് മേടിച്ചിട്ട് ഒരുമിച്ച് ഇതുപോലെ അടിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ വൈറ്റ് സിമെൻ്റ് എല്ലാം അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കളർ അടിച്ചു കൊടുക്കാം. ഈ കളർ പെയിൻറ്റ് നമ്മൾ ഓടിൻ്റെ ഒരു കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലും ഇതുപോലെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ പെയിൻറ്റിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വെള്ളം കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും കട്ടിയുടെ ആവശ്യം നമുക്കില്ല. ഇത്രയും കട്ടിക്കടിക്കുന്നതിനേക്കാട്ടും നല്ലത് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് ലൂസാക്കിയിട്ട് അടിക്കുന്നതാണ്. ഇതിനായി ഞാൻ എപ്പോഴും ഞാൻ പെയിൻറ്റ് അടിക്കുമ്പം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പെയിൻറ്റിൻ്റെ ഡബ്ബ തന്നെയാണ് ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. നമുക്കിതുപോലെ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഇത്രയും കട്ടി മതി. ഇത് നമുക്കിനി ചട്ടിയിലേക്ക് അടിച്ചു കൊടുക്കാം. നമ്മൾ ഈ വൈറ്റ് സിമെൻറ്റ് പ്രൈമർ അടിച്ചത് കൊണ്ട് തന്നെ ഇതിന് ഒരു കോട്ട് പെയിൻറ്റ് മാത്രം അടിച്ചാൽ മതി. പിന്നെ നമുക്കൊരു 3 വർഷം കഴിഞ്ഞിട്ട് ഇതുപോലെ റീപെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ റീപെയിൻറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഈ പെയിൻറ്റ് മാത്രം അടിച്ചു കൊടുത്താൽ മതി. നമ്മൾ എപ്പോഴും പുതിയ ചട്ടി മേടിക്കുമ്പോൾ സിമെൻറ്റ് പ്രൈമർ തേച്ചിട്ട് പിന്നെ ഈ ഒരു കോട്ട് പെയിൻറ്റ് അടിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. ഞാൻ ഇതുപോലെ തന്നെ പെയിൻറ്റ് അടിച്ചിട്ട് ഒരു 3 വർഷം ആവാറായി. ഈ ഓർക്കിഡിൻ്റെ ചട്ടികളൊക്കെ ഞാൻ ഇതുപോലെ പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിലങ്ങ് ഇതുവരെയും പൊരിഞ്ഞിളകിയോ അങ്ങനെയുള്ള ഒന്നും പറ്റിയിട്ടില്ല. ചട്ടിയൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഇതെൻ്റെ ഹസ്ബൻഡാണ് ഇതുപോലെ ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. ആദ്യമേ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്കിതുപോലെ വൈറ്റ് സിമെൻറ്റ് അടിച്ച് പിന്നെ കളർ അടിക്കുമ്പോഴത്തേനും നല്ല ബുദ്ധിമുട്ടാണ്. രണ്ടും ഒരേ കളർ തന്നെ അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആവും ഒക്കെ ചെയ്യും. പക്ഷേ നമ്മൾ ഈ വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ട് വെക്കുമ്പോൾ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. ചട്ടിക്ക് നല്ലൊരു കാണാൻ പെട്ടെന്ന് തന്നെ കളർ ഫേഡായി പോത്തുമില്ല. ഇതുപോലെ തന്നെ ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ റീപെയിൻറ്റ് ചെയ്താൽ മതി. ആ റീപെയിൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു കോട്ട് പെയിൻറ്റ് മാത്രം അടിച്ച് കൊടുത്താൽ മതി. പിന്നെ വൈറ്റ് സിമെൻറ്റ് അടിക്കുകയോ ഒന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ പഴയ ചട്ടികളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മളിതുപോലെ എല്ലാം സാൻഡ് പേപ്പർ വെച്ച് ചുരണ്ടി കളഞ്ഞ് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി വെള്ളമൊക്കെ ഒഴിച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഇതുപോലെ എടുത്തിട്ട് വൈറ്റ് സിമെൻറ്റ് അടിച്ച് ഇതുപോലെ തന്നെ ഒന്ന് അടിച്ച് പോയി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് പെയിൻറ്റ് മാത്രം അടിച്ചാൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും നമുക്ക് ഈ പെയിൻറ്റ് അടിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. ഞാൻ ഈ വൈറ്റ് സിമെൻറ്റ് എന്ന് പറയുന്നത് ഈ വൈറ്റ് സിമെൻറ്റ് പ്രൈമറിനെയാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ ഇതുപോലെ പെയിൻ്റ് അടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ചട്ടിക്ക് ഒരു കേടും ഇല്ലാതെയും അതുപോലെ തന്നെ നമ്മുടെ ഗാർഡന് ഭംഗി കൂട്ടാനും എല്ലാം വളരെ നല്ലതാണ്.
ഞാൻ ഇതുപോലെ പല രീതിയിലും ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നിയത് ഇങ്ങനെയാണ്. അതാ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് തന്നെ. നിങ്ങൾ ഒരു വട്ടം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയുക. ഇതുപോലെ എല്ലാ ചട്ടിക്കും നമ്മൾ ഇതുപോലെ റെഡ് കളറിൽ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് ഉണക്കാൻ വെച്ചിരിക്കുകയാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ നല്ല രീതിയിൽ ചട്ടികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരിട്ട് ചെടികളൊക്കെ നട്ട് വെക്കാവുന്നതാണ്. ഇങ്ങനെ വെക്കുമ്പോൾ ചെടിക്ക് നല്ല ഭംഗിയാണ് കാണാൻ. ചെടി ഒന്നുകൂടെ ഒന്ന് എടുത്തറിയും. ഈ കാണുന്ന ചട്ടികളൊക്കെ ഞാൻ നേരത്തെ ഈ 2 കോട്ട് പെയിൻറ്റ് മാത്രം അടിച്ച് വെക്കുമ്പോഴുള്ള ചട്ടികളാണ്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു വർഷം തോറും ഞാൻ ഇതിനൊക്കെ പെയിൻറ്റ് അടിച്ചിട്ടും ആ ഒരു കണ്ടോ പൊരിഞ്ഞ അളവിൽ പോകുന്നത് കണ്ടോ. ഇതിനൊന്നും വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടില്ല. നേരിട്ട് തന്നെ പെയിൻറ്റ് അടിച്ച് 2 കോട്ട് പെയിൻറ്റ് അടിച്ചങ്ങ് വെച്ചിരുന്നായിരുന്നു. ഇത് എല്ലാ വർഷവും നമ്മൾ പെയിൻറ്റ് അടിച്ചാലും പിന്നെ ഇത് പൊരിഞ്ഞ അളവിൽ പോകത്തേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ 2 വർഷം മുമ്പ് ഞാൻ പെയിൻറ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ചട്ടികളാണ് ഈ കാണുന്നതെല്ലാം. ഈ ചട്ടികളിലെല്ലാം ഞാൻ പെയിൻറ്റ് അടിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞ് ഇത് 3ാമത്തെ വർഷമാണ്. ഇത്രയും നാളായിട്ടും ഈ ചട്ടിക്കൊന്നും ഒരു കേടുപാടുകളോ ഒന്നും വന്നിട്ടില്ല. എല്ലാം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുക. കളറൊന്നും മങ്ങിയിട്ടോ ഒന്നുമില്ല. നമുക്ക് ഈ ഓർക്കിഡ് ചട്ടിക്കൊന്നും പിന്നെ പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ആദ്യമേ വൈറ്റ് പ്രൈമർ അടിച്ചിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ ഈ കളർ അടിക്കുമ്പോൾ ഇച്ചിരിയും കൂടെ എടുത്തറിയുന്നുണ്ട് ഈ ചട്ടിയുടെ ഒരു കളറ്. എന്നാലും നല്ല ഭംഗിയാണ്. ചട്ടിയിൽ ഈ ചെടിയാണെങ്കിൽ ഒന്നുകൂടെ എടുത്തറിയുകയും ചെയ്യും. അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പെയിൻറ്റിനൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇതെല്ലാം തന്നെ ഇതുപോലെ 3 വർഷമായ ചട്ടികളാണ്. 2 വർഷമെങ്കിൽ 3ാമത്തെ വർഷമാണിത്. ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് വേരൊക്കെ നല്ല രീതിയിൽ ചെടിയിൽ പിടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.